ഇന്ത്യ US വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന മൂലമാണ് കരാറിലേക്ക് എത്തിയതെന്നും ട്രംപിന്റെ അവകാശവാദം. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി സമ്മതിച്ചു. പകരം വെനസ്വേലയിൽ നിന്ന് കൂടുതൽ വാങ്ങാനും മോദി സമ്മതിച്ചെന്നും ഇത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നും ട്രംപ്. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഇത് ട്രംപിന്റെ അവകാശവാദമാണോ? എന്താണ് ഇന്ത്യ പറയുന്നത്? ഭവ്യ, അല്പം മുൻപാണ് ഇന്ത്യയിലെ US അംബാസിഡർ പ്രധാനമന്ത്രി മോദിയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു ഫോൺ സംഭാഷണം ഉണ്ടായി എന്ന വിവരം പങ്കുവച്ചത്. പക്ഷേ എന്താണ് ആ ഫോൺ സംഭാഷണത്തിലൂടെ ഇരു രാഷ്ട്ര നേതാക്കളും ചർച്ച ചെയ്തത് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. എന്നാലും ഈ US ഇന്ത്യ വ്യാപാര കരാറിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിർണായകമായിട്ടുള്ള സംഭാഷണങ്ങൾ ഇതിൽ ഉണ്ടായോ എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ ചില അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതിലേറെ പ്രധാനമായിട്ടുള്ളത് റഷ്യയിൽ നിന്നുമുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും എന്ന് പ്രധാനമന്ത്രി സമ്മതിച്ചതായാണ് ട്രംപ് അവകാശപ്പെടുന്ന ഒന്നാമത്തെ കാര്യം. രണ്ട്, വെനസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാനും പ്രധാനമന്ത്രി സമ്മതിച്ചു. ഇത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സഹായിക്കും. ഒപ്പം തന്നെ ഇന്ത്യ US വ്യാപാര കരാർ അതിലൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. ഉടനടി പ്രാബല്യത്തിൽ വരുന്ന തരത്തിലായിരിക്കും വ്യാപാര കരാർ ഉണ്ടാക്കുക. അതിന് തങ്ങൾ സമ്മതിച്ചു എന്നുള്ളതാണ് ട്രംപ് അറിയിക്കുന്നത്. ഇതിലൂടെ കുറഞ്ഞ ടാരിഫായിരിക്കും ഇന്ത്യയിൽ നിന്ന് ഈടാക്കുക. നിലവിൽ 25% ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫ് അത് 18% കുറയ്ക്കും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന മൂലമാണ് കരാറിലേക്ക് എത്തിയത് എന്ന തരത്തിലാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് US-മേലുള്ള താരിഫുകൾ 0% കുറയ്ക്കും എന്നൊരു പ്രഖ്യാപനം കൂടി ട്രംപ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അത് $500 മില്യൺ വരുന്ന US-ന്റെ ഊർജം, സാങ്കേതിക വിദ്യ, കൽക്കരി തുടങ്ങിയ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് ഉറപ്പുകൂടി പ്രധാനമന്ത്രി നൽകി എന്നും ട്രംപ് അവകാശപ്പെടുന്നു. അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അദ്ദേഹം തന്നെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചില അവകാശവാദങ്ങൾ, അതിലേറെ സുപ്രധാനപ്പെട്ടത് ഇന്ത്യ US വ്യാപാര കരാർ അതിലേക്ക് നയിച്ച കാരണങ്ങളാണ്. അതിലെ പ്രധാനപ്പെട്ട ഒന്ന്, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തും എന്ന പ്രധാനമന്ത്രിയുടെ. അച്യുതൻ, അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് അമേരിക്കയുമായി അത്ര സുഖകരമല്ലാത്ത ബന്ധമാണ് നിലവിലുള്ളത്, നമുക്കറിയാവുന്ന കാര്യം. അതേ സമയത്ത് തന്നെ റഷ്യയുമായി വളരെ നല്ല ബന്ധം ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്ന സമയത്ത് തന്നെയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സമ്മതിച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുന്നത്. അത് അവകാശപ്പെടൽ മാത്രമാണോ എന്നതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. ഇന്ത്യയുടെ പ്രതികരണം, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം എന്തെങ്കിലും ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടോ? ഭവ്യ, ഇതുവരെയും ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ഫോൺ സംഭാഷണം ഉണ്ടായോ എന്നൊരു സ്ഥിരീകരണം ഇതുവരെയും വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടില്ല. മറ്റൊന്ന്, ഈ ഇന്ത്യ US വ്യാപാര കരാറിലേക്ക് എത്തിയതായി ബന്ധപ്പെട്ട ഒരു സൂചനയും ഇതുവരെയും നൽകിയിട്ടില്ല. വിദേശകാര്യമന്ത്രി S ജയശങ്കർ നിലവിൽ അമേരിക്കയിലാണ്. അവിടുത്തെ ഈ ധാതു വിഭവവുമായി ബന്ധപ്പെട്ട മന്ത്രിതല യോഗത്തിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം അമേരിക്കയിലെ സന്ദർശനം നടത്തുന്നത്. പക്ഷേ ഒരു തരത്തിലും ഒരു സ്റ്റേറ്റ്മെന്റും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി ഉടലെടുക്കുകയാണ്. കോൺഗ്രസ് പറഞ്ഞത് ഇതൊരു ഇന്ത്യ US വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന മൂലമാണ് കരാറിലേക്ക് എത്തിയതെന്നും ട്രംപിന്റെ അവകാശവാദം. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി സമ്മതിച്ചു. പകരം വെനസ്വേലയിൽ നിന്ന് കൂടുതൽ വാങ്ങാനും മോദി സമ്മതിച്ചതായും ഇത് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുമായുള്ള ബന്ധം ഭാവിയിൽ കൂടുതൽ ശക്തമാകും. താനും പ്രധാനമന്ത്രി മോദിയും പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന രണ്ടുപേരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേസമയം മോദി ട്രംപ് ഫോൺ സംഭാഷണത്തിൽ കോൺഗ്രസ് അടക്കം വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഫോൺ സംഭാഷണത്തിന്റെ വിവരം പങ്കുവച്ചത് ഇന്ത്യയല്ല, US അംബാസിഡർ ആണ് ഇക്കാര്യം പങ്കുവച്ചത്. ഇത്തരം പ്രവണതകൾ പതിവാകുന്നുണ്ട്. സ്വന്തം സർക്കാരിന്റെ വിവരങ്ങൾ ഇന്ത്യ അറിയുന്നത് ട്രംപിലൂടെയാണെന്നുമാണ് വിമർശനം. ട്രംപ് ഡിപെൻഡൻസി എന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി
ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് വലിയ തരത്തിലുള്ള വിമർശനമാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ട്രംപിന്റെ അവകാശവാദമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യഥാർത്ഥമാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. എന്നാലും $500 ബില്യൺ അധികം വരുന്ന യുഎസിന്റെ ഊർജ്ജം, സാങ്കേതിക വിദ്യ, കൽക്കരി തുടങ്ങിയ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് ഉറപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയെന്നാണ് ട്രംപ് പറയുന്നത്. അച്യുതൻ തുടരുന്ന വിവരങ്ങളുമായി. അച്യുതൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് വന്നിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? ഭവ്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോൺ സംഭാഷണം ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നുണ്ട്. അല്പം മുൻപാണ്, അതൊരു 4 മിനിറ്റ് മുൻപാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ഫോൺ സംഭാഷണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം സമൂഹ മാധ്യമത്തിൽ നടത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ട്രംപുമായി ഒരു നല്ല സംഭാഷണം ഇന്ന് നടത്തി. ഇതിന്റെ ഭാഗമായി തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അതിനുമേൽ ചുമത്തിയിരുന്ന ടാരിഫ് 18% കുറയ്ക്കും എന്ന കാര്യം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് കിട്ടി എന്നതാണ് മോദി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. മറുവശത്ത് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉടനടി പ്രാബല്യത്തിൽ വരുന്ന വ്യാപാര കരാറിലേക്ക് ഇരു രാഷ്ട്രങ്ങളും ഇരു കക്ഷികളും ഉടനെ എത്തും എന്നൊരു പ്രഖ്യാപനം നടത്തി. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ എക്സിലെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളില്ല. മറിച്ച് ഇത്തരത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്ന ടാരിഫ് അത് 18% കുറച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ്. ഒപ്പം തന്നെ ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അതായത് ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന ഒരു പ്രതികരണമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സിലെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നതും അതാണ്. മറിച്ച് ഈ കരാറുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും എന്നൊരു പ്രഖ്യാപനം ഇതുവരെയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ട്രംപ് അവകാശപ്പെടുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും, ഒപ്പം തന്നെ വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ ഇനി മുതൽ എണ്ണ വാങ്ങിക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനം. മറ്റൊന്ന്, ഇന്ത്യ-US ഏറെ ശ്രദ്ധേയമായിട്ടുള്ള, ഇതുവരെയും ഇന്ത്യ തന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് ഇന്ത്യ-US വ്യാപാര കരാർ. അത് ഇപ്പോൾ ട്രംപ് തന്നെ അവകാശവാദമായി എത്തിയിരിക്കുന്നത്. അതിലേക്കൊരു സമ്മതം, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയിലൂടെ അത്തരമൊരു കരാറിലേക്ക് ഉടൻ എത്തും എന്ന തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഏറെ ഗൗരവ സ്വഭാവത്തിൽ കാണേണ്ടത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മറിച്ച് ഫോൺ കോളുകൾ ഉണ്ടായതായി സ്ഥിരീകരിക്കുന്നുണ്ട്. ടാരിഫ് 18% കുറച്ചതും പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റ് വന്നിരിക്കുന്നു. വണ്ടർഫുൾ ടു സ്പീക്ക് വിത്ത് മൈ ഡിയർ ഫ്രണ്ട് പ്രസിഡന്റ് ട്രംപ് ടുഡേ. ഡിലൈറ്റഡ് ദാറ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ് വിൽ now have a reduced tariff of 80%. Big thanks of President Trump on behalf of the 1.4 billion people of the India for this wonderful announcement എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഫോൺ സംഭാഷണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നു. ഏറെ നാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാർ ധാരണയിലെത്തുന്നത് എന്ന് മനസ്സിലാക്കാം. തിങ്കളാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ട്വീറ്റാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും വ്യാപാരത്തിൽ കുറഞ്ഞ തീരുവ ചുമത്താൻ തീരുമാനമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം എന്ന് തന്നെ പറയും. ഇതേ തുടർന്നുണ്ടായാലും നിലവിൽ അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ 25% നിന്നും 18% കുറയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അച്യുതൻ തുടരാം. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ടാരിഫിൽ കുറവ് സംഭവിച്ച കാര്യങ്ങളും മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിരീകരണം, അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നില്ല. വിദേശകാര്യ മന്ത്രാലയവും ഇതുവരെയും ഇക്കാര്യത്തിലൊരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മറുവശത്ത് ട്രംപ് തന്നെ പല അവകാശവാദങ്ങൾ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയിരിക്കുന്നു. അത് ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. കാരണം അതിൽ പറയുന്ന പല കാര്യങ്ങൾ, ഈ റഷ്യയുമായി എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും എന്ന് പ്രധാനമന്ത്രി സമ്മതിച്ചായിട്ടുള്ള കാര്യങ്ങൾ, അത് പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ അത്തരം പരാമർശങ്ങളൊന്നും തന്നെ ഇല്ല. വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇനി മുതൽ ഇന്ത്യ വാങ്ങിക്കും എന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇനി വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് സ്ഥിരീകരിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ധാരണയിലേക്ക് എത്തിയോ
എന്താണ് ഇന്ത്യ US വ്യാപാര കരാറിന്റെ നിലവിലെ സ്ഥിതി? ഇതുവരെ മനസ്സിലാക്കിയത് ചർച്ചകൾ തുടരുന്നു, അതിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു ഇതുവരെ പുറത്തു വന്ന. നേരത്തെ ഇന്ത്യയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ ട്രംപ് വിമർശിച്ചിരുന്നു. അതായത് യുക്രൈൻ യുദ്ധത്തിന് കൂടുതൽ തീ പകരുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇന്ധനം ഒഴിച്ച് ആ യുദ്ധം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഒരു കരാറിലാണ് ഏർപ്പെടാൻ പോകുന്നതെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിലാണ് അധിക താരിഫ്, പിഴ അടക്കമുള്ള താരിഫുകൾ ഇന്ത്യക്ക് മേൽ ചുമത്തിയത്. അപ്പോൾ അത്തരം പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും എന്ന തരത്തിലുള്ള പ്രഖ്യാപനം. വെനസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങിക്കും എന്ന ഉറപ്പ് പ്രധാനമന്ത്രി നൽകി എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. യുഎസിന്മേലുള്ള താരിഫുകൾ 0 കുറയ്ക്കും എന്നതും ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ സുപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങൾ ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലൂടെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഫോൺ സംഭാഷണവും ഒപ്പം 18% ടാരിഫ് കുറച്ചു എന്ന ഈ 2 കാര്യങ്ങൾക്കപ്പുറം മറ്റ് സ്ഥിരീകരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭവ്യ, തീർച്ചയായും ട്രംപ് പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നു. പക്ഷേ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. അത് സംബന്ധിച്ച് അദ്ദേഹം ഒരു ട്വീറ്റും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ 25% നിന്ന് 18% കുറയും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിന് പുറമെ ഇന്ത്യക്ക് മേൽ ചുമത്തിയ പിഴ തീരുവ 25% US എടുത്തുമാറ്റും. പകരം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ ഏറ്റുമുട്ടൽ. കരസേന മുൻ മേധാവി ജനറൽ MM നരവനെയുടെ പുറത്തിറങ്ങാത്ത ഓർമ്മക്കുറിപ്പിലെ പരാമർശങ്ങൾ ആയുധമാക്കിയ രാഹുലിന്റെ പ്രസംഗം ഭരണപക്ഷം തടസ്സപ്പെടുത്തി. യാഥാർത്ഥ്യം ജനങ്ങളെ അറിയുന്നതിനെ പ്രധാനമന്ത്രി ഭയപ്പെടുന്നു എന്ന് രാഹുൽ വിമർശിച്ചു. പ്രധാനമന്ത്രിക്കെതിരായ രാഹുലിന്റെ പരാമർശത്തിലെ ചില ഭാഗങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കി. BJP MP തേജസ്വി സൂര്യ കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെയും സംസ്കാരത്തെയും ചോദ്യം ചെയ്തതോടെയാണ് മറുപടിയുമായി രാഹുൽ ഗാന്ധി എഴുന്നേറ്റത്. It's a matter of national security. Chinese forces were right in front of our forces. Our forces had taken Kailash Ridge, sir, in eastern Ladakh. हमारा कितना जमीन स्थगित की जाती है. കരസേന മുൻ മേധാവി ജനറൽ MM നർവാനെയുടെ പുറത്തിറങ്ങാത്ത ഓർമ്മക്കുറിപ്പിനെ കുറിച്ചുള്ള കാരവൻ മാഗസിനിലെ ലേഖനം രാഹുൽ ഉദ്ധരിച്ചതോടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നീ കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന 3 മന്ത്രിമാർ രംഗത്ത് വന്നു. പുറത്തിറങ്ങാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് മന്ത്രിമാർ. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഏറ്റുമുട്ടൽ. Sir, Rajnath Singh is getting exercise because his name is going to be spoken just now. प्रकाशित हुई है या नहीं हुई है, केवल मैं एक प्रश्न का जवाब इनसे चाहता हूं. ക്രമപ്രശ്നം അംഗീകരിച്ച സ്പീക്കർ പലതവണ മൈക്ക് ഓഫാക്കിയും റൂളിംഗ് നടത്തിയും ഇടപെട്ടെങ്കിലും ഡോക്ലാം സംഘർഷത്തെക്കുറിച്ചുള്ള പുസ്തകത്തിലെ ഭാഗം രാഹുൽ ആവർത്തിച്ചു. രാഹുൽ രാജ്യത്തെ അപമാനിക്കുന്നുവെന്നും സൈനികരുടെ ആത്മവീര്യം കെടുത്തുന്നുവെന്നുമുള്ള ആരോപണവുമായി കിരൺ റിജിജു മാധ്യമങ്ങളെ കണ്ടു. देश को नीचा दिखा के आपको क्या फायदा मिलेगा ये बताइए. 4 टैंक्स हिंदुस्तान ने कैलाश 3 തവണ സഭ തടസ്സപ്പെട്ട ശേഷവും രാഹുൽ ഗാന്ധി പിന്മാറാൻ തയ്യാറായില്ല. യാഥാർത്ഥ്യം ജനങ്ങൾ അറിയുന്നത് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഭയപ്പെടുന്നുവെന്ന് രാഹുൽ. वो सेना के सब लोगों को मालूम है, वो छुपा नहीं है उनसे. वो आप यहां जनता से छुपाने की कोशिश कर रहे हो, बट वो रियलिटी देश का हर जवान जानता है. 24 दिल्ली. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതിനെതിരെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി UDF എംപിമാർ. എയിംസ് എവിടെയെന്ന മുദ്രാവാക്യമുയർത്തിയാണ് എംപിമാർ പ്രതിഷേധിച്ചത്. ബജറ്റ് അവഗണനയിൽ രാജ്യസഭയിലും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. എയിംസിനായി സ്ഥലമേറ്റെടുത്ത് കൊടുത്തില്ലെന്ന BJP വാദം തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി. കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് CPIM നാളെ കരിദിനം ആചരിക്കും. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചെന്ന ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ വിശദീകരണം.
കേന്ദ്രം അനുവദിച്ച പല പദ്ധതികളും സംസ്ഥാനം നടപ്പാക്കിയില്ല. 10 വർഷം LDF ഭരിച്ചിട്ട് എന്ത് ഗുണമാണ് ഉണ്ടായതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. 10 കൊല്ലം ഇവിടെ CPM ഭരിച്ചു. ഈ ഇലക്ഷൻ്റെ 60 ദിവസം മുമ്പ് CPM എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഭരിച്ചു, 10 കൊല്ലം ഇതെല്ലാം ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് കാർഡല്ല മുമ്പോട്ട് വെക്കേണ്ടത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അവഗണിക്കുന്നു, പരിഗണിക്കുന്നില്ല എന്നൊരു പ്രചരണം നടത്തുന്നു. ഇതൊരു ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു 100% നുണയാണ്. നുണ മാത്രമല്ല, ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. എയിംസിനായി സ്ഥലം ഏറ്റെടുത്തു കൊടുത്തില്ലെന്ന BJP സംസ്ഥാന അധ്യക്ഷന്റെ വാദം തള്ളി ആരോഗ്യമന്ത്രി രംഗത്തെത്തി. കോഴിക്കോട് കിനാലൂരിൽ സ്ഥലം ഏറ്റെടുത്തത് കേന്ദ്രത്തെ അറിയിച്ചിരുന്നെന്ന് മന്ത്രി വീണ ജോർജ്. 2024 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച ഒരു കത്തിനകത്ത് പറയുന്നത്, അത് ഈ രേഖകളെല്ലാം സമർപ്പിച്ചതിന് ശേഷം പറയുന്നത്, ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ ഇതിന് അംഗീകാരം നൽകണമെന്ന ശുപാർശയോടുകൂടി ധനമന്ത്രാലയത്തിന് ഇത് കൈമാറിയിരിക്കുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, അടുത്ത ഇതിൽ പറയുന്നത്, അടുത്ത പ്രഖ്യാപനത്തിൽ കേരളത്തിന്റെ ഈ ഒരു ആവശ്യം എയിംസ് എന്നുള്ളത് ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കിനാലൂരിൽ ഭൂമിയുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖരന് അറിയാഞ്ഞിട്ടാവുമെന്ന് രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. BJP അധ്യക്ഷന്റെ വാദം ശരിയല്ല. നമ്മൾ ഗവൺമെന്റ് തന്നെ കോഴിക്കോടാണ് കിനാലൂർ എസ്റ്റേറ്റിൽ സ്ഥലം കണ്ടെത്തിയതാണ്. രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അറിയാത്തതാണ്. എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതിനെതിരെ പാർലമെന്റ് കവാടത്തിൽ UDF MPമാർ പ്രതിഷേധിച്ചു. എയിംസ് എവിടെയെന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വിഷയത്തിൽ രാജ്യസഭയിലും പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധമുണ്ടായി. ബജറ്റ് അവഗണനയിൽ പ്രതിഷേധിച്ച് CPIM നാളെ കരിദിനം ആചരിക്കും. 24 ഡൽഹി, തിരുവനന്തപുരം. കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതിയിൽ വ്യക്തത നൽകാതെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മെട്രോമാൻ ഇ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് മാത്രം പ്രതികരണം. DMDRCയെ ചുമതലപ്പെടുത്തിയോ എന്നതടക്കമുള്ള ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞുമാറി. അതേസമയം കേന്ദ്രമന്ത്രി തനിക്ക് മുഴുവൻ പവറും നൽകിയിട്ടുണ്ടെന്ന് പൊന്നാനിയിൽ ഓഫീസ് തുറന്ന ഇ ശ്രീധരന്റെ പ്രതികരണം. അനിശ്ചിതകാല OP അധ്യാപന ബഹിഷ്കരണം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ തീരുമാനം. KGMCTA സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് കടുത്ത സമരമുറകൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. സർക്കാരുമായി നടത്തിയ ചർച്ച പോസിറ്റീവെന്ന് KGMCTA. വോട്ടുത്സവം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി UDF. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ബേപ്പൂർ ചാലിയം ഫിഷ് മാർക്കറ്റിൽ അൻവർ പ്രചാരണത്തിനെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് KPCC പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. എന്നാൽ വാർത്തയായതിന് പിന്നാലെ താനല്ല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതെന്ന വിശദീകരണവുമായി സണ്ണി ജോസഫ് രംഗത്തെത്തി. ദിവസങ്ങളായി ബേപ്പൂർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്ന PV അൻവർ ഇന്ന് രാവിലെ ചാലിയം ഫിഷ് മാർക്കറ്റിലെത്തി. അസൗകര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രതികരണം. ഈ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രതിസന്ധിയിൽ ഇരുന്നുകൊണ്ട് അവർ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം അത് വിപണനം ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ഇത്രയും വൃത്തികേടായി കിടക്കുന്ന അവസ്ഥ, ഒന്ന് മൂത്രമൊഴിക്കുവാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത സാഹചര്യം. സ്വാഭാവികമായിട്ടും നമ്മൾ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ബേപ്പൂർ മണ്ഡലത്തിൽ നമ്മൾ നമ്പർ 1 പ്രിഫറൻസ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി. തൊട്ടു പിന്നാലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രഖ്യാപനം. ബേപ്പൂരിൽ PV അൻവർ തന്നെ സ്ഥാനാർത്ഥി. അദ്ദേഹം ജയിച്ചു വരും, ബേപ്പൂർ MLA ആയിരിക്കും. ഉറപ്പായിട്ടും. ഇതോടെ UDF ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആദ്യ സ്ഥാനാർത്ഥിയായി PV അൻവർ. പക്ഷേ മുഹമ്മദ് റിയാസ് PV അൻവർ പോരാട്ടം നടന്നാൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് മത്സ്യത്തൊഴിലാളികളിൽ സമ്മിശ്രാഭിപ്രായം. അൻവർ പരാജയപ്പെടും. റിയാസ് ഒരു 30,000 വോട്ടിൽ ജയിക്കും. അൻവർ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല. പാട്ടും പാടി ജയിക്കും അൻവർ. ഇനി ബേപ്പൂരിൽ സംസ്ഥാനത്തെ ഏറ്റവും വീറും വാശിയുമുള്ള പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പാണ്. 24 കോഴിക്കോട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിലിനെതിരെ കലാപാഹ്വാനത്തിന് കേസ്. മന്ത്രി സജി ചെറിയാന്റെ പരാതിയെ തുടർന്നാണ് നടപടി. ആലപ്പുഴയിലെ ലഹരിക്കടത്തിൽ മന്ത്രിക്കും പങ്കുണ്ടെന്ന ബിനു ചുള്ളിലിന്റെ പ്രസംഗം 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് മന്ത്രി നിയമ നടപടി സ്വീകരിച്ചത്.
കേരളത്തിലെ പ്രമുഖ ഹോം ഡിജിറ്റൽ റിട്ടെയിൽ ശൃംഖലയായ ഓക്സിജനിൽ ഏറ്റവും വലിയ വിൽപ്പന മേളയായ ഓക്സിജൻ മൊബൈൽ ഉത്സവത്തിന് തുടക്കമായി. ഓക്സിജന്റെ 45 ഷോറൂമുകളിലും മേള ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളം ഇടപ്പള്ളി ഷോറൂമിൽ മേളയുടെ ഉദ്ഘാടനം കളമശ്ശേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ ജമാൽ മണക്കാടൻ നിർവഹിച്ചു. ഏത് സാധാരണക്കാരനും തങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന സ്മാർട്ട് ഫോണുകൾ ആകർഷകമായ വിലയിൽ സ്വന്തമാക്കാം എന്നതാണ് മേളയുടെ പ്രത്യേകത. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്കൊപ്പം കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, ലളിതമായ തവണ വ്യവസ്ഥകൾ, മികച്ച എക്സ്ചേഞ്ച് ബോണസുകൾ എന്നിവയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ മൊബൈൽ IT അപ്ലയൻസസ് രംഗത്ത് കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല സേവനം നൽകിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഓക്സിജൻ. ഓഫറുകൾക്ക് പുറമെ ഇനിയും കുറച്ചധികം ഒരു ബെനിഫിറ്റ് കൂടി കസ്റ്റമേഴ്സിന് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ക്യാമ്പയിനാണ് മൊബൈൽ ഉത്സവം. നമുക്ക് ഈ ഒരു മാസമാണ് നിലവിൽ ഈ മൊബൈൽ ഉത്സവം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ഓഫറിൻ്റെ കാലാവധി ഫെബ്രുവരി എൻഡ് വരെയാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം വളാഞ്ചേരിയിൽ നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറുകിട മേഖലയെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ നിലപാടെടുക്കുന്ന ആരുമായും കേരള വിഷനും COAയും സഹകരിക്കുമെന്ന് പ്രവീൺ മോഹൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് C പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി K സാജിദ്, ജില്ലാ റിപ്പോർട്ടറും ജില്ലാ ട്രഷറർ V മുസ്തഫയും സാമ്പത്തിക റിപ്പോർട്ടും, സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.